ഹായ് ഫ്രണ്ട്സ്, ബറാത്ത് രാവായിട്ട് എന്ത് മധുരം ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇവിടെ സേമിയ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കേസരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെച്ച്, ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അര ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. പാലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കട്ടോ. അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കേസരി ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോൾ കുറച്ചധികം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ കളറിന് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 2-3 ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേസരീൻ്റെ ഏകദേശ പണിയൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഈ ബറാത്ത് രാവിന് ഇതുപോലെ മധുരമൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ സേമിയ കേസരി ഇവിടെ റെഡിയായി. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നെയ്യ് തടവിയ പാത്രത്തിൽ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കേസരി റെഡിയായി. ഇത് ചൂടാറാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ഏത് ഷേപ്പിലും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കേസരി നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ ശരി.